ഹലോ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഇലിസ്ട്രേഷൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു മൊത്തം ഇലിസ്ട്രേഷൻസ് ആണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്ത് നിർത്തിയിരുന്നത് ഇലിസ്ട്രേഷൻ 8 വരെയായിരുന്നു പറഞ്ഞ് നിർത്തിയിരുന്നു. ഇനി ഇലിസ്ട്രേഷൻ 9 ഉണ്ട്. അപ്പോൾ ഇലിസ്ട്രേഷൻ 9 പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ഇലിസ്ട്രേഷൻ 10ഉം. ഇലിസ്ട്രേഷൻ 9 നമ്മുടെ 8 ചെയ്ത പോലെ തന്നെ ഏകദേശം ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ്. അപ്പം നമുക്കത് നിങ്ങൾ നോക്കാം. ഇലിസ്ട്രേഷൻ 10 ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇലിസ്ട്രേഷൻ 10 ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതും കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മിസ്സസ് സിംഗർ ലിമിറ്റഡിൻ്റെ. അപ്പം ഇവിടെ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് തന്നിട്ടുണ്ട്, യൂണിറ്റ് സോൾഡ് തന്നിട്ടുണ്ട്, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് തന്നിട്ടുണ്ട്, ലേബർ അവർ വർക്ക്ഡ്, വേജ് റേറ്റ് എത്ര, ഫാക്ടറി ഓവർ ഹെഡ്, അതുപോലെ ഓഫീസ് ഓവർ ഹെഡ് എത്ര %, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എത്രയാണ്, പ്രോഫിറ്റ് മാർജിൻ എത്രയാണ്, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളോട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് യൂണിറ്റ് കോളം തന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ യൂണിറ്റ് തന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ പെർ യൂണിറ്റ് കോളം കൂടി നമ്മൾ വരയ്ക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എത്രയാണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് 2 ലക്ഷം രൂപ. ആ 2 ലക്ഷം രൂപ എടുക്കുക. കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് 2 ലക്ഷം / 10,000 20 രൂപ എന്ന് കിട്ടും. ഡയറക്റ്റ് വേജസ് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? ഡയറക്റ്റ് വേജസിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ലേബർ അവർ വർക്ക്ഡ് എന്ന് പറഞ്ഞത് 20,000 ലേബർ അവറാണ് വർക്ക് ചെയ്ത്. 1 അവറിന് 4 രൂപ വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് വേജ്. അപ്പം ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് 20,000 × 4 വരുന്നത്. അവിടെ ആ ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻ വന്നിരിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പം ഡയറക്റ്റ് ലേബർ കണ്ടുപിടിക്കുന്നതിന്, അല്ലെങ്കിൽ ഡയറക്റ്റ് വേജ് കണ്ടുപിടിക്കുന്നതിന് ലേബർ അവേഴ്സ് × വേജ് റേറ്റ് 20,000 × 4 ചെയ്യുമ്പോൾ നമുക്ക് 80,000 കിട്ടും. അങ്ങനെ നമുക്ക് മെറ്റീരിയൽ കൺസ്യൂംഡും ഡയറക്റ്റ് ലേബറും കൂടി കൂട്ടി കഴിയുമ്പം പ്രൈം കോസ്റ്റ് 2,80,000 കിട്ടും. ഇനി അടുത്തത് ഫാക്ടറി ഓവർ ഹെഡിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഫാക്ടറി ഓവർ ഹെഡ് പറഞ്ഞ് ₹1 പെർ ലേബർ അവർ. അപ്പോൾ ലേബർ അവറിന് 1 രൂപ വെച്ചാണ് ഫാക്ടറി ഓവർ ഹെഡ് പോകുന്നത്. ലേബർ അവേഴ്സ് എത്രയായിരുന്നു? 20,000. സോ ഫാക്ടറി ഓവർ ഹെഡ് ഈസ് ഈക്വൽ ടു 20,000 × 1. അപ്പോൾ നമുക്ക് 20,000 തന്നെ കിട്ടും. അങ്ങനെ വർക്ക് കോസ്റ്റ് കിട്ടും 3 lakh എന്ന് കിട്ടും. ദെൻ നമുക്ക് നെക്സ്റ്റ് വരേണ്ടത് ഓഫീസ് ഓവർ ഹെഡ് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് 10% ആണ് വർക്ക് കോസ്റ്റ്. ടോട്ടൽ വർക്ക് കോസ്റ്റിന് 10% ആണ്. അപ്പം നമുക്ക് വർക്ക് കോസ്റ്റ് 3 lakh കിട്ടി. അതിൻ്റെ 10% എന്ന് പറയുന്നത് 30,000 ആണ് നമ്മുടെ ഓഫീസ് ഓവർ ഹെഡ് എന്ന് പറയുന്നത്. സോ ഓഫീസ് ഓവർ ഹെഡോട് കൂട്ടി കഴിയുമ്പം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും 3,30,000. ഇനിയുള്ളത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ക്ലോസിംഗ് സ്റ്റോക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് വർക്കിംഗ് നോട്ട് നോക്കാം. അപ്പോൾ ഇവിടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് നമുക്ക് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് 10,000 ആയിരുന്നു. നമുക്ക് യൂണിറ്റ് സോൾഡ് ചെയ്തേക്കുന്നത് 8,000. അപ്പോൾ 10,000 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്ന 8,000 വിറ്റിട്ടുള്ളൂ. ബാക്കി 2,000 നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ കോസ്റ്റ് പെർ യൂണിറ്റ് കോളത്തിൽ നോക്കിയാൽ മതി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 33 rupees നമുക്ക് കിട്ടും. ആ 33 rupees ആണ് ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ ഫിനിഷ്ഡ് സ്റ്റോക്ക് വാല്യൂ ടോട്ടൽ കോളത്തിൽ 2,000 × 33 66,000 നമുക്ക് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കിട്ടുന്നത്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള പ്രോബ്ലം, അതായത് ഇലിസ്ട്രേഷൻ 9ലും ഇങ്ങനെ ഈ രീതിയിലും നമുക്ക് യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമ്മളിതിൻ്റെ മുമ്പുള്ള പ്രോബ്ലത്തിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം എങ്ങനെയായിരുന്നു? 20,000 യൂണിറ്റിന് ഇത്ര രൂപയാണെങ്കിൽ 2,000 യൂണിറ്റ് എത്ര രൂപ, അങ്ങനെ നമ്മളൊരു ഇൻറ്റു ചെയ്തായിരുന്നു കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി അങ്ങനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ് എമൗണ്ട് കണ്ടുപിടിക്കുക, അതിൻ്റെ ഒപ്പം യൂണിറ്റ് കോളത്തിൽ എത്രയാണോ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കുറച്ച് കഴിയുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അപ്പോൾ 2,64,000 നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വരുന്നത്. പിന്നെ ഉള്ളത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? ക്ലോസിംഗ് സ്റ്റോക്കിന് നമ്മുടെ യൂണിറ്റ് സോൾഡിൻ്റെ ₹7 ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യൂണിറ്റ് സോൾഡ് എന്ന് പറഞ്ഞാൽ 8,000 നമ്മൾ വിറ്റത്. 8,000 × 7, ഒരു യൂണിറ്റിന് 7 രൂപ വെച്ചാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് പോകുന്നത്. അപ്പം 8,000 × 7 56,000 വരും. അങ്ങനെ നമുക്ക് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 3,20,000 വരും. ഞാൻ ഈ ടോട്ടൽ കോളം പറഞ്ഞു പോയെങ്കിലും യൂണിറ്റ് കോളം കൂടി നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യേണ്ടതാണ്. ഡിവൈഡഡ് ബൈ എത്രയായിരുന്നു യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് വരുന്നത്? 10,000 ആയിരുന്നു വരുന്നത്. അപ്പോൾ 10,000 വെച്ചിട്ട് നിങ്ങൾ യൂണിറ്റ് കോളം ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് നമുക്ക് 3,20,000 കിട്ടി. ഇനി പറഞ്ഞേക്കുന്നത് പ്രോഫിറ്റ് എത്ര % ആണ്? ടോട്ടൽ കോസ്റ്റിൻ്റെ 10%
ആണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം 3,20,000-ൻ്റെ 10% പ്രോഫിറ്റ് വരും. സോ എത്രയാണ്? 32,000 വരും. അപ്പോൾ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ, ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3,52,000 രൂപയ്ക്കുള്ള സെയിൽസാണ് നമ്മൾ ഈ ഒരു വർഷം ഈ ഒരു കമ്പനി നടത്തിയിരിക്കുന്നത്. അപ്പോൾ 44 യൂണിറ്റ് കോസ്റ്റ് 44 എന്ന് പറയുന്നത്, അതായത് സെയിൽസിൻ്റെ യൂണിറ്റ് പ്രൈസ്, സെയിൽസ് നടത്തിയേക്കുന്നത് ഒരു യൂണിറ്റിന് 44 രൂപ വെച്ചാണ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊരു ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണല്ലേ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലും കൂടി നോക്കാം. അപ്പം ആ ഒരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾ ഈ ഒരു ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ചെയ്യാനുള്ള പ്രോബ്ലത്തിലോട് ഫെമിലിയർ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ പ്രാക്ടിക്കൽ പ്രോബ്ലം 5 288 പേജിലൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം ഉണ്ട്, 5-ാമത്തേത്. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം വന്നിരിക്കുന്നത്, ഡയറക്റ്റ് വേജസ് നമുക്ക് തന്നിട്ടുണ്ട്, അതായത് ലേബർ ഇൻറ്റു റേറ്റ് ഒന്നും കണ്ടുപിടിക്കേണ്ട. പക്ഷേ മെഷീൻ അവർ വർക്ക്ഡ്, മെഷീൻ അവർ റേറ്റ് ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ മെഷീൻ അവർ റേറ്റും വരുന്നത് എവിടെയാണ്? ഫാക്ടറി ഓവർ ഹെഡിനകത്താണ് വരുന്നത്. അപ്പോൾ ഫാക്ടറി വർക്ക് കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ മെഷീൻ അവർ വർക്ക്ഡ് ഇൻറ്റു മെഷീൻ അവർ റേറ്റ് കണ്ടുപിടിക്കുന്നത്, വർക്ക് ഓവർ ഹെഡ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പം അത് നമ്മുടെ ഇലിസ്ട്രേഷൻ 9-ൽ ആ ഒരു മോഡൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. പ്രാക്ടിക്കൽ പ്രോബ്ലം 5 ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. ഈ പറഞ്ഞേക്കുന്ന പോലെ, ഇപ്പം നമ്മൾ ചെയ്തേക്കുന്ന പോലെ ഏകദേശം ഒരു സിമിലർ ആയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ഇല്ലുസ്ട്രേഷൻ 11 തന്നിട്ടുണ്ട്. ഇല്ലുസ്ട്രേഷൻ 11 വേറൊരു മോഡലാണ്. ഞാൻ പറഞ്ഞു ഓരോ ഇല്ലുസ്ട്രേഷനും ഒന്നിനൊന്ന് വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഇല്ലുസ്ട്രേഷൻ പോലും നിങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്യരുത്. എല്ലാം ഒന്ന് ചെയ്തേക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കുക. ഇനിയിപ്പോൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക. ഇതിപ്പോൾ ഏത് പ്രോബ്ലമാണ് നമുക്ക് എക്സാമിന് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ തവണ ഇങ്ങനൊരു മോഡൽ ക്വസ്റ്റ്യൻ ആയിരുന്നു വന്നിരുന്നത്, ഡി പാർട്ടിൽ ഇങ്ങനെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇത് ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോന്നും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ നോക്കണം. ഇല്ലുസ്ട്രേഷൻ 11 എന്താണ് ഒരു വ്യത്യാസം നോക്കാം. ഇവിടെ എല്ലാം നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ തന്നിട്ടുണ്ട്. മെറ്റീരിയൽ, വേജസ്, എക്സ്പെൻസ്, ഫാക്ടറി ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, അതുപോലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25% ഓൺ സെയിൽസ്. അപ്പോൾ സെല്ലിംഗ് പ്രൈസാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്, കമ്മോഡിറ്റിയുടെ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ച് കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുക. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ് മൂന്നും കൂടി ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്കിവിടെ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് 100 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. 100 കൊണ്ട് എല്ലാം ഡിവൈഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ പ്രൈം കോസ്റ്റ് വരെ നമുക്ക് പ്രൈം കോസ്റ്റും അതിൻ്റെ കൂട്ടത്തിൽ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്യും. ഫാക്ടറി ഓവർ ഹെഡ് 6,500 ആഡ് ചെയ്യുമ്പം നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടും. അതിൻ്റെ ഒപ്പം നമ്മൾ അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. അത്രയും നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, ഈസി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ടോട്ടൽ കോളും കോസ്റ്റ് പെർ യൂണിറ്റ് കോളും ഇതുപോലെ തന്നെ ചെയ്യുക. ഇനി പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെയിൽസിൻ്റെ 25% പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് സെയിൽസ് എത്രയാണെന്ന്, അതായത് നമുക്ക് സെയിൽസ് എത്രയാണെന്ന് തന്നിട്ടില്ല. സെയിൽസ് തന്നാൽ നമുക്ക് ഡയറക്റ്റായിട്ട് അതിൻ്റെ 25% കണ്ടാൽ മതിയായിരുന്നു. സെയിൽസ് എത്രയാണെന്ന് തന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പ്രോഫിറ്റ് സെയിൽസ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. ഇതൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിച്ചേക്കണം. ഇത് എന്താ പറയുക, ഈസിയാണ്, മനസ്സിലാക്കിയാൽ ഈസിയാണ്. മാർക്ക് ഇപ്പോൾ 5 മാർക്കിനൊക്കെയാണ് ഇത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പം നോക്കിയാൽ ഇവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് 25% ഓൺ സെയിൽസ്. ആ നോട്ട് നോക്കിയാൽ മതി, വർക്കിംഗ് നോട്ട്. 25% ഓൺ സെയിൽസ്. സെയിൽസിൻ്റെ 25% ആണ് സെയിൽസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് സെയിൽസ് എത്രയാണെന്ന് കിട്ടിയിട്ടില്ല, എക്സ് ആണ് സെയിൽസ് ആയിട്ട്. അപ്പോൾ നമ്മളിവിടെ സെയിൽസിനെ 100 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ്. ലെറ്റ് സെയിൽസ് ബി 100, പ്രോഫിറ്റ് ബി 25%. അപ്പം സെയിൽസ് 100 ആണെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25 ആണ്. അതായത് 100ൻ്റെ 25% 25 ആണല്ലോ. അപ്പോൾ കോസ്റ്റ് എത്ര വരും? കോസ്റ്റ് എന്ന് പറയുന്നത് 75. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എങ്ങനെ ചെയ്യുന്നതെന്ന്? ഒന്നുകൂടി പറയാം. പ്രോഫിറ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണല്ലോ സെയിൽസ് എന്ന് പറയുന്നത്. അപ്പം ഒന്ന് അവിടെ എഴുതിക്കണം, പ്രോഫിറ്റ് പ്ലസ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സെയിൽസ് വരും. അപ്പം നമുക്കിവിടെ സെയിൽസ് നമ്മൾ 100 ആയിട്ട് എടുത്തേക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് 25 വരും, കോസ്റ്റ് എന്ന് പറയുന്നത് 75 വരും. അതായത് 25 + 75 നമുക്ക് സെയിൽസ് 100 ആയിട്ട് എടുക്കുമ്പോൾ 100 കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കോസ്റ്റ് എങ്ങനെ വരും? പ്രോഫിറ്റ് 100 - 25 = 75 ആണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കൺവേർട്ട് ചെയ്യുമ്പോഴോ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് എന്നാക്കാം അല്ലേ. അപ്പോൾ 25 / 75. അപ്പം പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 75 ൽ 25 കോസ്റ്റിൻ്റെ, അല്ലെങ്കിൽ സെയിൽസിൻ്റെ 100. അതായത് ഇവിടെ നിങ്ങൾക്ക് 1/3 അല്ലെങ്കിൽ 1/4 വെച്ച് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റിൻ്റെ 1/3 കോസ്റ്റിൻ്റെ 1/3 ഇപ്പോൾ
കോസ്റ്റിൻ്റെ 1/3 ആണെങ്കിൽ സെയിൽസിൻ്റെ 1/4 ആയിരിക്കും. അതൊരു യൂണിവേഴ്സലായിട്ട് നമ്മൾ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. അതായത് കോസ്റ്റിൻ്റെ 1/3 ആകുന്ന പ്രോഫിറ്റ് സെയിൽസിൻ്റെ 1/4 ആയിരിക്കും. ഇനി നേരെ തിരിച്ച് കോസ്റ്റിൻ്റെ 1/4 ആണെങ്കിലോ സെയിൽസിൻ്റെ 1/5 വരും. അപ്പോൾ അതിങ്ങനെ കൂടി വരും. അതുപോലെ കോസ്റ്റിൻ്റെ 1/2 ആണെങ്കിൽ സെയിൽസിൻ്റെ 1/3 ആയിരിക്കും. അത് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഫിറ്റിൻ്റെ 1/3 കോസ്റ്റ് ആണെങ്കിൽ സെയിൽസിൻ്റെ 1/4 ആയിരിക്കും പ്രോഫിറ്റ് എന്ന് പറയുന്നത്. കോസ്റ്റിൻ്റെ 1/3 പ്രോഫിറ്റ് വരുമ്പം സെയിൽസിൻ്റെ 1/4. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 25/75 എന്നുള്ളതൊന്നും നിങ്ങൾ ഓർത്തിരിക്കുക ചെയ്യേണ്ട. ഈ ഒരു സൈഡിൽ നിന്ന് എഴുതി വെച്ചാൽ മതി. നമുക്ക് പ്രോഫിറ്റ് എന്നുള്ളത് കോസ്റ്റിൻ്റെ 1/3 ആണെങ്കിൽ സെയിൽസിൻ്റെ 1/4, കോസ്റ്റിൻ്റെ 1/4 ആണെങ്കിൽ സെയിൽസിൻ്റെ 1/5, അങ്ങനെ ഒന്ന് എഴുതി വെച്ചാൽ മതി. അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കോസ്റ്റിൻ്റെ 1/3 എന്ന് പറഞ്ഞത് കോസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 25,980 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 25/75 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. 25,980 × 1/3 ചെയ്താൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. 8,660 നമുക്ക് കിട്ടും. അതാണ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ സെയിൽസും കിട്ടും. അപ്പം ഇവിടെ ഒരു കാര്യം ഓർത്താൽ മതി. സെല്ലിംഗ് പ്രൈസ് സെയിൽസിൻ്റെ 25% ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1/4 ആയിരിക്കും. ഇനി ഇവിടെ ഒരു വ്യത്യാസപ്പെട്ടിട്ട് പ്രോഫിറ്റ് 20% എന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? പ്രോഫിറ്റ് സെയിൽസിൻ്റെ 20% എത്ര വരും? 1/5 വരും അല്ലേ? സെയിൽസിൻ്റെ 1/5 എന്ന് പറയുമ്പോൾ കോസ്റ്റിൻ്റെ 1/4 ആയിരിക്കും. അപ്പം നമ്മളെങ്ങനെ എഴുതും? 25,980 × 1/4 ആണ് ഇവിടെ എഴുതേണ്ടത്. അപ്പം നിങ്ങൾ ആ ഒരു പ്രിൻസിപ്പിൾ ഒന്ന് ഓർത്തിരുന്നാൽ മതി. എഴുതി വെച്ചെന്ന് വിചാരിക്കുന്നു, നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ എഴുതി വെച്ചെന്ന് വിചാരിക്കുന്നു. 1/3യുടെയും 1/4ൻ്റെയും കാര്യം എങ്ങനെയാണ് വരുന്നതെന്ന്. കോസ്റ്റിൻ്റെ 1/3 സെയിൽസിൻ്റെ 1/4 ആയിരിക്കും. കോസ്റ്റിൻ്റെ 1/4 സെയിൽസിൻ്റെ 1/5 ആയിരിക്കും. ആ ഒരു ഇതിൽ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇവിടെ പ്രാക്ടിക്കൽ പ്രോബ്ലം 290 പേജിൽ ഒരു 7ാമത്തെ പ്രാക്ടിക്കൽ പ്രോബ്ലം കിടപ്പുണ്ട്. 7ഉം അതുപോലെ തന്നെ 8ഉം. ഇത് രണ്ടും 7ാമത്തെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അതായത് സെയിൽസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്, പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ. അപ്പം യൂണിറ്റ് സോൾഡ് തന്നിട്ടുണ്ട് 3600, സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് സെയിൽസ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒന്നാണ് 7ാമത്തെ വന്നേക്കുന്നത്. 8ാമത്തേത് നമ്മളിപ്പോൾ ചെയ്ത മോഡൽ, ഏകദേശം ഇപ്പം ചെയ്ത മോഡലുള്ളൊരു പ്രോബ്ലമാണ് 8ാമത്തെ വന്നിരിക്കുന്നത്. അപ്പോൾ 7ാമത്തെ 8ാമത്തെയും ചെറിയ ചെറിയ പ്രോബ്ലംസാണ്. ഒന്ന് ചെയ്ത് നോക്കുക. 7ാമത്തെ ഈസിയാണ്, 8ാമത്തെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. ഇപ്പോൾ 8ാമത്തെ ചെയ്യുമ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് 25% ഓൺ കോസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇലുസ്ട്രേഷൻ 11 സെയിൽസിൻ്റെ 25% എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ നമുക്ക് കോസ്റ്റിൻ്റെ 25% എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഫർദർ കാൽക്കുലേഷൻസ് ഒന്നും വരുന്നില്ല. കോസ്റ്റ് ഓഫ് സെയിൽസ് എത്രയാണെന്ന് വരെ കണ്ടുപിടിച്ചതിന് ശേഷം ആ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ 25% കണ്ടുപിടിച്ചാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പിന്നെ സെയിൽസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇലുസ്ട്രേഷൻ 11 നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തത്? നമുക്ക് കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി, പക്ഷേ സെയിൽസ് എത്രയാണെന്ന് അറിയത്തില്ലായിരുന്നുകൊണ്ട് നമ്മൾ സെയിൽസ് കണ്ടിട്ട് അസ്യൂം ചെയ്യുകയോ ചെയ്തു. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ് തന്നെ പറഞ്ഞേക്കുവാണ് കോസ്റ്റിൻ്റെ 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞേക്കുവാണ്. അപ്പോൾ നമുക്ക് വേറെ ഫർദർ കാൽക്കുലേഷൻ വരുന്നില്ല. കോസ്റ്റ് ഓഫ് സെയിൽസ് വരെ കണ്ടുപിടിച്ചതിന് ശേഷം കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ 25% നമ്മൾ കണ്ടുപിടിച്ചാൽ മതിയാകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇലുസ്ട്രേഷൻ 12 ഈ സെയിം മോഡൽ തന്നെ, 8ാമത്തെ പ്രോബ്ലത്തിൻ്റെ സെയിം മോഡൽ തന്നെയാണ് ഇലുസ്ട്രേഷൻ 12 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഇലുസ്ട്രേഷൻ 12 നോക്കിയിട്ട് നിങ്ങൾ ഈ പ്രാക്ടിക്കൽ പ്രോബ്ലം 8ാമത്തെ ചെയ്താൽ മതി. ഈസി ആയിട്ടുള്ളതാണ്. ഓക്കെ. അടുത്ത ഇലുസ്ട്രേഷൻ 13 ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങൾ ബുക്കിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നേക്കുന്നൊരു ഇലുസ്ട്രേഷനാണ്. ഇലുസ്ട്രേഷൻ 13 പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഡേറ്റാസൊക്കെ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുക. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ഓൾസോ ഷോ ബൈ വാട്ട് പെർസെൻറ്റേജ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ഷുഡ് ബി ഇൻക്രീസ്ഡ് ഇൻ ഓർഡർ ടു ഡബിൾ ദ നെറ്റ് പ്രോഫിറ്റ്. ലാസ്റ്റ് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സെല്ലിംഗ് പ്രൈസ്, അതായത് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഡബിൾ ചെയ്യണമെങ്കിൽ സെല്ലിംഗ് പ്രൈസിൽ എത്ര പെർസെൻറ്റേജ് വർധനവുണ്ടാകണം. അപ്പം നമ്മൾ സാധാരണ രീതിയിൽ തന്നേക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട് നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് ഒന്നും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടില്ല. ഡയറക്റ്റ് തന്നെ നമുക്ക് എടുത്ത് എഴുതാമെന്നേ ഉള്ളൂ. എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോം കാണുമ്പോൾ പറയാം. ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂംഡ് എങ്ങനെ കണ്ടുപിടിക്കും? പർച്ചേസ് ഉണ്ട്,
ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടില്ല. അപ്പം നമുക്ക് പർച്ചേസസ് ഉണ്ട്, അതുപോലെ ക്യാരിയേജ് ഉണ്ട്. പർച്ചേസ് ചെയ്യുന്ന ക്യാരിയേജ് കൂട്ടി അതിന് ശേഷം മെറ്റീരിയൽ സ്ക്രാപ്പ് സെയിൽ നടത്തുന്നത്. അതായത് നമ്മൾ ഓൾറെഡി ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അതിൻ്റെ ഫോമാറ്റിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഓരോ ഐറ്റംസ് കണ്ടുപിടിക്കണം. അപ്പോൾ സ്ക്രാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ വേറെ തന്നിട്ടുണ്ട്. ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് സ്ക്രാപ്പ്, ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ സ്ക്രാപ്പ് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്ക് അതൊന്ന് വായിച്ചതിന് ശേഷം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് പേജ് നോക്കിയിട്ട് ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്ക്രാപ്പ്സ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നോക്കി, ദ വാല്യൂ ഓഫ് മെറ്റീരിയൽ സ്ക്രാപ്പ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. അപ്പോൾ മെറ്റീരിയലിൻ്റെ സ്ക്രാപ്പ് ആണെങ്കിൽ, മെറ്റീരിയലിൻ്റെ സ്ക്രാപ്പ് വന്നേക്കുന്നെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ചെയ്യുന്നത് അത് കുറയ്ക്കണം. നമ്മൾ മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിക്കുമ്പം ഈ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ കുറച്ചിരിക്കണം. ദ റിക്കവറബിൾ വാല്യൂ ഓഫ് ഫാക്ടറി സ്ക്രാപ്പ് ഇസ് ഡിഡക്റ്റഡ് ഫ്രം ഫാക്ടറി ഓവർഹെഡ് ഓർ വർക്ക് കോസ്റ്റ്. പിന്നെ പറഞ്ഞിരിക്കുന്ന ഫാക്ടറി സ്ക്രാപ്പ് ഉണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്ത് കിട്ടാവുന്ന സ്ക്രാപ്പ് ആണെങ്കിൽ ഫാക്ടറി ഓവർഹെഡിൽ നിന്ന് അല്ലെ വർക്ക് കോസ്റ്റിൽ നിന്ന് അത് ഡിഡക്റ്റ് ചെയ്യണം. റിക്കവറബിൾ വാല്യൂ ഓഫ് ഫാക്ടറി സ്ക്രാപ്പ്. ഇഫ് നത്തിങ് ഈസ് മെൻഷൻഡ് വിത്ത് റിഗാർഡ് ടു ദ നേച്ചർ ഓഫ് സ്ക്രാപ്പ് ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ഫാക്ടറി ഓവർഹെഡ്. അപ്പോൾ മെറ്റീരിയൽ സ്ക്രാപ്പൊന്നും അല്ലെങ്കിൽ ഫാക്ടറി സ്ക്രാപ്പൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ ഫാക്ടറി ഓവർഹെഡിൽ നിന്ന് കുറച്ചാൽ മതി. മെറ്റീരിയൽ സ്ക്രാപ്പ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിക്കുമ്പോൾ ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും റിക്കവറി വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഫാക്ടറി സ്ക്രാപ്പിൽ നിന്ന് ഫാക്ടറി ഓവർഹെഡിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ പ്രോബ്ലത്തിലോട്ട് വരാം. ഈ പ്രോബ്ലത്തിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് സെയിൽ ഓഫ് മെറ്റീരിയൽ സ്ക്രാപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു 100 രൂപ മെറ്റീരിയൽ സ്ക്രാപ്പ് വരുമ്പോൾ നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടത്, ലെസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പം റോ മെറ്റീരിയൽ പർച്ചേസ്ഡ് പ്ലസ് ക്യാരേജ് ലെസ് മെറ്റീരിയൽ സ്ക്രാപ്പ് സെയിൽ നടത്തിയത് ലെസ് ചെയ്യുക. അങ്ങനെ നമുക്ക് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. ഡയറക്റ്റ് വേജസ് എഴുതുക, പ്രൈം കോസ്റ്റ് കിട്ടും, ഫാക്ടറി ഓവർ ഹെഡ്. അതുപോലെ ഫാക്ടറി സ്ക്രാപ്പ് സെയിൽ നടത്തേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട് 150. ഫാക്ടറി സ്ക്രാപ്പ് സെയിൽ നടത്തിയത് നമ്മൾ എന്ത് ചെയ്യണം, ഫാക്ടറി ഓവർഹെഡിൽ നിന്ന് ലെസ് ചെയ്യണം. അത് ലെസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടും. പിന്നെ ഉള്ളത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എഴുതുക, ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, ക്ലോസ്ഡ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. അങ്ങനെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും. പ്രോഫിറ്റിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസ് എടുത്തെഴുതിയതിന് ശേഷം സെയിൽസിൽ നിന്ന് ടോട്ടൽ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. സാധാരണ രീതിയിലൊരു കോസ്റ്റ് ഷീറ്റ്. ഇനിയുള്ളത് ഇവിടെ ചോദിച്ചിരുന്നത് എന്തായിരുന്നു, നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഡബിൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് ഇരട്ടിയാക്കണമെങ്കിൽ സെല്ലിംഗ് പ്രൈസിൽ എത്ര % വർധനവുണ്ടാകണം. അപ്പോൾ ഇപ്പം നമുക്ക് എത്രയാണ് നെറ്റ് പ്രോഫിറ്റ് കിട്ടിയേക്കുന്നത്, 15,000 അല്ലേ. നെറ്റ് പ്രോഫിറ്റ് 15,000 കിട്ടി. അപ്പം ഡബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എത്രയാവണം, 30,000 ആവണം, അതായത് ഇരട്ടിയാവണം. അങ്ങനെ ഇരട്ടിയാവുമ്പോൾ നമുക്ക് പ്രോഫിറ്റിൽ എത്ര ഇൻക്രീസും കൂടി വരണം, 15,000 രൂപ കൂടി ഇൻക്രീസ് വന്നാലേ ഡബിൾ ആവുള്ളൂ. അത് ഇപ്പം നമുക്ക് 15,000 രൂപയുണ്ട്. ഡബിൾ ആവണമെങ്കിൽ എഗെയിൻ ഒരു 15,000 രൂപ കൂടി വന്നാലാണ് നമുക്ക് പ്രോഫിറ്റിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അത് എത്ര %? 15,000 ഡിവൈഡ് ബൈ ഇപ്പോഴത്തെ നമ്മുടെ സെയിൽസ് എന്ന് പറയുന്നത് 75,000 അപ്പോൾ 15,000 ഡിവൈഡ് ബൈ 75,000 ഇൻറ്റു 100 20% കിട്ടും. 20% വേണം നമ്മുടെ സെല്ലിംഗ് പ്രൈസിൽ ഇൻക്രീസ് ഉണ്ടാവാനായിട്ട്. ഇത്ര ഉള്ളൊരു കാര്യം മാത്രമേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഓർത്തോളുക, സെല്ലിംഗ് പ്രൈസ് ഡബിൾ ചെയ്യണമെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഡബിൾ ചെയ്യണമെങ്കിൽ 15,000 രൂപ കൂടി നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. ഈ 15,000 രൂപ എത്ര % നമ്മുടെ സെയിൽസിൻ്റെ, 15,000 ഡിവൈഡ് ബൈ സെയിൽസ് എന്ന് പറഞ്ഞാൽ 75,000 ഇൻറ്റു 100 വരുമ്പോൾ 20% നമ്മുടെ സെയിൽസ് പ്രൈസ് നമ്മൾ കൂട്ടേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ സ്ക്രാപ്പ് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ള കാര്യം മാത്രം നിങ്ങളൊന്ന് മെമ്മറി ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇല്ലുസ്ട്രേഷൻ 14. അത് നമ്മളിത് ഇപ്പോൾ ചെയ്ത ഏകദേശം ആ മോഡൽ തന്നെയാണ്. അപ്പോൾ അത് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്തില്ല, നിങ്ങൾ നോക്കിയാൽ മതി. അടുത്ത് പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്താണെന്ന്, അതുപോലെ പ്രൊഡക്ഷൻ അക്കൗണ്ടും കോസ്റ്റ് ഷീറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളതാണ്. പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ T ഫോർമാറ്റിൽ ചെയ്യുന്നതാണ്. നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്നത് നമ്മളിപ്പം കോസ്റ്റ് ഷീറ്റ് വരച്ചേക്കുന്ന മോഡലിൽ തന്നെ നമ്മൾ ഒരു അക്കൗണ്ട് മോഡൽ വരയ്ക്കുന്നതിനെയാണ് പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്താണെന്നോ അതിൻ്റെ കോസ്റ്റ് ഷീറ്റും പ്രൊഡക്ഷൻ അക്കൗണ്ടും നമ്മൾ ഡിഫറൻസ് ഒന്നും നോക്കിയാൽ മതി. ഇതിൻ്റെ പ്രോബ്ലംസ് ഒന്നും നമുക്കിതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. അതായത് നമ്മളിപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ്, കോസ്റ്റ് ഷീറ്റ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റിലാണെങ്കിൽ ആ കോസ്റ്റ് ഷീറ്റ് നമ്മൾ T ഫോർമാറ്റ് അല്ലെങ്കിൽ അക്കൗണ്ട് ഫോർമാറ്റിലാക്കുന്നതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ 15 തന്നിട്ടുണ്ട്, നിങ്ങളത് നോക്കിയാൽ മതി. ആ സെയിം തന്നെ കോസ്റ്റ് ഷീറ്റ് തന്നെ നമ്മൾ അക്കൗണ്ട് ഫോമിലോട്ട് മാറ്റുന്ന. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് പഠിച്ചാൽ മതി. പ്രൊഡക്ഷൻ അക്കൗണ്ടും കോസ്റ്റ് ഷീറ്റ് നമ്മൾ എന്താണ് വ്യത്യാസം എന്നുള്ളത്. പ്രൊഡക്ഷൻ അക്കൗണ്ട് ഒരു അക്കൗണ്ടാണ്, കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലാണ്. അതുപോലെ പ്രൊഡക്ഷൻ അക്കൗണ്ട് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ അനുസരിച്ച് അതിൻ്റെ ക്രെഡിറ്റും ഡെബിറ്റും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത്
ഡബിൾ എൻട്രി സിസ്റ്റം ഒന്നുമല്ല, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് മെമ്മോറോടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ പ്രൊഡക്ഷൻ അക്കൗണ്ടും ആക്ച്വലിനെ വെച്ചിട്ടാണ്. പക്ഷേ നമ്മുടെ കോസ്റ്റ് ഷീറ്റിൽ എസ്റ്റിമേഷനും കടന്ന് വരാറുണ്ട് ചില സമയത്തൊക്കെ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഡക്ഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷേ കോസ്റ്റ് ഷീറ്റ് തന്ന് ഓരോ ജോലിക്കും ഓരോ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ എക്സ്പെൻസ് ആർ നോട്ട് ക്ലാസിഫൈഡ്, എക്സ്പെൻസ് ഒന്നും ക്ലാസിഫൈ ചെയ്യുന്നില്ല. കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ എക്സ്പെൻസ് എല്ലാം ക്ലാസിഫൈ ചെയ്താണ് പോകുന്നത്. പിന്നെ കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ അക്കൗണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് റിവീൽ നോട്ട് ഓൺലി ദ ടോട്ടൽ കോസ്റ്റ് ആൻഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ബട്ട് ഓൾസോ പ്രോഫിറ്റ് ആൻഡ് ഓർ ലോസ് അവേർഡ് ഓൺ സെയിൽസ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കോസ്റ്റ് പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് ആ വർഷം എത്ര നെറ്റ് പ്രോഫിറ്റ് ഇട്ട് എത്ര നെറ്റ് ലോസ് ആണെന്നുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. കോസ്റ്റ് ഷീറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും കോസ്റ്റ് പെർ യൂണിറ്റ് അറിയാനായിട്ടാണ് കൂടുതലായിട്ടും കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിഫറൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ പ്രോബ്ലം ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഐറ്റമാണ് ടെൻഡേഴ്സ് ആൻഡ് കൊട്ടേഷൻസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ അധികം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാനായിട്ടുണ്ട്. ടെൻഡേഴ്സും കൊട്ടേഷൻസും. ആദ്യം നമുക്ക് എന്താണ് ടെൻഡേഴ്സ് അല്ലെങ്കിൽ കൊട്ടേഷൻസ് എന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ടെൻഡർ ഓർ കൊട്ടേഷൻ ഈസ് ദ പ്രൈസ് അറ്റ് വിച്ച് എ പ്രൊഡ്യൂസർ ഈസ് പ്രിപ്പയർഡ് ടു സപ്ലൈ എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാനായിട്ട് അതിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ടു ബി പ്രിപ്പയർഡ് ബൈ ദ പ്രൊഡ്യൂസർ വെരി കെയർഫുള്ളി. ഇപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് എത്ര രൂപയ്ക്ക് സപ്ലൈ ചെയ്യണമെന്നുള്ള ഒരു കൊട്ടേഷൻ പ്രൈസ് അല്ലെങ്കിൽ ഒരു പ്രൈസ് നിശ്ചയിക്കുന്നതിനെയാണ് കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡർ എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് എസ്റ്റിമേഷനൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്രയാണെന്നുള്ളത് പ്രൊഡക്ഷൻ നടത്തുന്നതിന് മുമ്പ് തന്നെ ഏകദേശം നമ്മുടെ കോസ്റ്റ് എത്രയാവും എന്നൊക്കെ നമ്മൾ പ്രിസൈഡിങ് ഇയർ നോക്കിയിട്ട് ഒരു എസ്റ്റിമേറ്റ് നടത്തിയതിന് ശേഷമാണ് നമ്മൾ കൊട്ടേഷൻ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. For the preparation of quotation, cost of direct material, direct wages and overhead are predetermined on the basis of preceding period after taking into account the present conditions and anticipated changes in the future price level. അപ്പോൾ നമ്മുടെ പ്രൊസീഡിങ് ഇയർ എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ വർഷത്തിലെ ചേഞ്ചസും അതിൻ്റെ ഒപ്പം പ്രസൻറ്റ് കണ്ടീഷനും അതുപോലെ ഫ്യൂച്ചറിൽ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളും കൺസിഡർ ചെയ്തതിന് ശേഷമാണ് കൊട്ടേഷൻ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ ഡിസൈർഡ് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഈസ് ആഡഡ് ടു ദ ടോട്ടൽ കോസ്റ്റ് ടു അറൈവ് അറ്റ് ദ പ്രൈസ് ടു ബി കോട്ടഡ്. അപ്പോൾ എത്ര രൂപയ്ക്കാണ് നമ്മൾ കോട്ട് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു കോട്ടഡ് പ്രൈസിനുള്ളിൽ നമ്മുടെ ഒരു പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റും കൂടി അതിനകത്ത് ഉൾക്കൊണ്ടിരിക്കും. അപ്പം നമ്മളൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന എത്ര രൂപയ്ക്കാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിനെയാണ് കൊട്ടേഷൻ പ്രൈസ് അല്ലെങ്കിൽ ടെൻഡർ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്. ടെൻഡർ ഓർ കൊട്ടേഷൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ഫസ്റ്റ്ലി വി ഹാവ് ടു പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ് വിത്ത് ടോട്ടൽ കോസ്റ്റ് കോളം ആൻഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കോളം ഫോർ ദ പ്രൊസീഡിങ് ഇയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി കോസ്റ്റിംഗ് ഡേറ്റ റിലേറ്റഡ് ടു ദ പാസ്റ്റ് പീരീഡ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വർഷത്തിന് തൊട്ട് മുമ്പുള്ള വർഷങ്ങളിലെ ഡേറ്റാസ് വെച്ചിട്ട് നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ടെൻഡർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റെപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്. പ്രൊസീഡിങ് ഇയറിലെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. യൂണിറ്റ് കോളവും അതുപോലെ ടോട്ടൽ കോസ്റ്റ് കോളവും അതിനുള്ളിൽ ഉണ്ടായിരിക്കണം. After the preparation of the cost sheet for the preceding year, we have to calculate the percentage of factory overhead on direct wages and the percentage of office and selling overhead on work cost of the past period. അത് അണ്ടർലൈൻ ചെയ്തിട്ടാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 3 ഐറ്റംസ് ഉണ്ട്. ഫാക്ടറി ഓവർഹെഡിൻ്റെ പെർസെൻറ്റേജ്, ഓഫീസ് ഓവർഹെഡിൻ്റെ പെർസെൻറ്റേജ്, അതുപോലെ സെല്ലിംഗ് ഓവർഹെഡിൻ്റെ പെർസെൻറ്റേജ്. ഫാക്ടറി ഓവർഹെഡിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നതിന് ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. അപ്പോൾ തന്നെ നിങ്ങൾ ഓർത്തിരുന്നോണം, ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് വേജസ് ഇൻറ്റു 100. ഓഫീസ് ഓവർഹെഡ് കണ്ടുപിടിക്കുന്നതിന് ഓഫീസ് ഓവർഹെഡ് ഡിവൈഡ് ബൈ വർക്ക് കോസ്റ്റ് ഇൻറ്റു 100. തേർഡ് വൺ പെർസെൻറ്റേജ് ഓഫ് സെല്ലിംഗ് ഓവർഹെഡ് കണ്ടുപിടിക്കുന്നതിന് സെല്ലിംഗ് ഓവർഹെഡ് ഡിവൈഡ് ബൈ വർക്ക് കോസ്റ്റ് ഇൻറ്റു 100. ഇങ്ങനെ വേണം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് ഓവർഹെഡ് ആൻഡ് സെല്ലിംഗ് ഓവർഹെഡിൻ്റെ പെർസെൻറ്റേജ്. ഇനി മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ബിസൈഡ് ദ ഓവർഹെഡ് പെർസെൻറ്റേജ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് ഓഫ് ദി പാസ്റ്റ് പീരീഡ്. അപ്പം പാസ്റ്റ് പീരീഡിൽ നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്നുള്ളതും കൂടി കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുന്നതിന് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ഇതൊക്കെ ഒന്ന് മെമ്മറി ചെയ്ത് വെച്ചേക്കണം എന്തൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. പിന്നെയുള്ളത് ഫാക്ടറി ഓവർഹെഡ് പെർസെൻറ്റേജും ഓഫീസ് ഓവർഹെഡ് പെർസെൻറ്റേജും സെല്ലിംഗ് ഓവർഹെഡ് പെർസെൻറ്റേജും കണ്ടുപിടിക്കുക. ഫാക്ടറി ഓവർഹെഡ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഡയറക്റ്റ് വേജസ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 ചെയ്യുക. ഓഫീസ് ഓവർഹെഡ് കണ്ടുപിടിക്കുന്നതിന് ഓഫീസ് ഓവർഹെഡിനെ വർക്ക് കോസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 ചെയ്യുക. സെയിൽസ് ഓവർഹെഡിന് ചെയ്യുമ്പോൾ സെയിൽസ് ഓവർഹെഡിനും നമ്മൾ വർക്ക് കോസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. പിന്നെ ഉള്ളത് റേറ്റ് ഓഫ് പ്രോഫിറ്റും റേറ്റ് ഓഫ്
റേറ്റ് ഓഫ് പ്രോഫിറ്റ് സെയിൽസിലോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. ഫൈനലി വി ഹാവ് ടു പ്രിപ്പയർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡർ വിച്ച് കോസ്റ്റ് പെർ യൂണിറ്റ് കോളം ആൻഡ് ടോട്ടൽ വിത്ത് കോസ്റ്റ് പെർ യൂണിറ്റ് കോളം ആൻഡ് ടോട്ടൽ കോസ്റ്റ് കോളം. അപ്പം ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ടെൻഡർ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൊട്ടേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. കോസ്റ്റ് പെർ യൂണിറ്റ് കോളം ഉണ്ടായിരിക്കണം, ടോട്ടൽ കോസ്റ്റ് കോളം ഉണ്ടായിരിക്കണം. After ascertain the various expenses on relevant basis, the various element of cost have to be added. The resulting figure is the total cost. With the total cost, we have to add the amount of profit required for the tender. The resulting figure is the tender price or quotation price. അപ്പം ഇത്ര ഒന്ന് ഓർത്തിരുന്നാൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാവും. ഓക്കെ, നമുക്കിവിടെ ഇലിസ്ട്രേഷൻ 16 തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പ്രോബ്ലം നമുക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഇലിസ്ട്രേഷൻ 16 ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന വാട്ട് പ്രൈസ് ഷുഡ് ദ കമ്പനി കോട്ട് ഫോർ ആൻ എയർ കണ്ടീഷണർ. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് ₹10,000 in material and 7,000 in labor will be required for one air conditioner. Absorb factory overhead on the base of labor and administration overhead on the base of work cost. A profit of 12.5% on selling price is required. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കുറച്ച് ഡേറ്റാസ് തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു എയർ കണ്ടീഷണർ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു കമ്പനിയുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എയർ കണ്ടീഷണർ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമ്മൾ എത്ര രൂപ കോട്ട് ചെയ്യണമെന്നാണ് ഇപ്പോൾ ചോദിച്ചേക്കുന്നത്. അപ്പം ഒരു എയർ കണ്ടീഷണർ മെറ്റീരിയലായിട്ട് 10,000 വേണം, ലേബറിന് 7,000 വേണം. ഒരു എയർ കണ്ടീഷൻ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എസ്റ്റിമേഷൻ. അബ്സോർബ് ഫാക്ടറി ഓവർഹെഡ് ഓൺ ദി ബേസ് ഓഫ് ലേബർ. അപ്പം ഫാക്ടറി ഓവർഹെഡ് കണ്ടുപിടിക്കുന്ന ലേബറിൻ്റെ ബേസിസിലും അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഓൺ ദി ബേസ് ഓഫ് വർക്ക് കോസ്റ്റ്. ഇനി പറഞ്ഞിരിക്കുന്നത് എ പ്രോഫിറ്റ് ഓഫ് 12.5% ഓഫ് സെല്ലിംഗ് പ്രൈസ് ഇസ് റിക്വയർഡ്. സെയിൽസിൻ്റെ 12.5% പ്രോഫിറ്റും വേണം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തായിരുന്നു? തന്നിരിക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട് നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിരുന്നത്. ഇവിടെ നോക്കിയിട്ട് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ രണ്ടും കൂടി ആഡ് ചെയ്ത് പ്രൈം കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ ഫാക്ടറി ഓവർഹെഡ് നമുക്ക് തന്നിട്ടുണ്ട് 81,000 ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടും. ദെൻ ലാസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് നമുക്ക് 56,080 തന്നിട്ടുണ്ട്. അതുകൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? നമ്മൾ പഠിച്ചിരുന്ന ഫാക്ടറി ഓവർഹെഡ് റേറ്റും അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് റേറ്റും, അതുപോലെ തേർഡ് സ്റ്റെപ്പായിട്ട് റേറ്റ് ഓഫ് പ്രോഫിറ്റും കണ്ടുപിടിക്കുക. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ് റേറ്റ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഓൾറെഡി ഇക്വേഷൻ പറഞ്ഞിരുന്നു. ഫാക്ടറി ഓവർഹെഡ് ഡിവൈഡ് ബൈ ഡയറക്റ്റ് ലേബർ ഇൻറ്റു 100. ഫാക്ടറി ഓവർഹെഡ് 81,000, ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്നത് 2,70,000 ഇൻറ്റു 100, 30% ഫാക്ടറി ഓവർഹെഡ് റേറ്റ് കിട്ടും. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് റേറ്റ് വരുമ്പം അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് 56,080 ഡിവൈഡ് ബൈ വർക്ക് കോസ്റ്റ് 7,10,000 ഇൻറ്റു 100 വരുമ്പം 8% അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് റേറ്റ് കിട്ടും. പ്രോഫിറ്റിൻ്റെ റേറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ നമുക്ക് സെയിൽസ് എത്രയാണെന്ന് തന്നിട്ടില്ല. അപ്പം നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്ന പ്രോബ്ലം തന്നെ സെയിൽസ് 100 ആയിട്ട് എടുത്തു കഴിയുമ്പം നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെയിൽസിൻ്റെ 12% വരും. അപ്പോൾ അത് 12% എന്ന് പറയുമ്പോൾ നമ്മളത് ഷോർട്ടാകുമ്പം 1/8 വരും. 1/8 സെയിൽസിൻ്റെ വരുവാണെങ്കിൽ, ഓർക്കുന്നുണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്, 1/8 സെയിൽസിൻ്റെ വരുവാണെങ്കിൽ 1/7 ആയിരിക്കും കോസ്റ്റിൽ പ്രോഫിറ്റ് വരുന്നത്. നമുക്കൊരു കുറച്ച് ഇതും കൂടി കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇവിടെ നോക്കിയേ, പ്രോഫിറ്റ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് വരുന്നത് 1/% ഓഫ് സെയിൽസോ അല്ലെങ്കിൽ 1/7 ഓഫ് കോസ്റ്റോ ആയിരിക്കും. ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു. ഇനിയുള്ളത് കൊട്ടേഷൻ പ്രൈസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഫൈനലി നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ എത്ര വേണമെന്ന് പറഞ്ഞിരിക്കുന്നു? ഒരു എയർ കണ്ടീഷണറിന് 10,000 വേണം. അതുപോലെ ലേബർ 7,000 വേണം. അപ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് 17,000 കിട്ടും. ഫാക്ടറി ഓവർഹെഡ് എങ്ങനെ കൊടുക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്? ഓൺ ദ ബേസിസ് ഓഫ് ലേബർ എന്നായിരുന്നു പറഞ്ഞല്ലേ. നമ്മുടെ ലാസ്റ്റത്തെ ക്വസ്റ്റിൻ്റെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ് നമ്മൾ കൊടുക്കേണ്ടത് ഓൺ ദ ബേസിസ് ഓഫ് ലേബർ. ഇവിടെ ലേബർ നമുക്ക് 7,000 ആണ് വേണ്ടതെന്ന് പറഞ്ഞു. 7,000 എത്രയാണ് റേറ്റ് ഫാക്ടറി ഓവർഹെഡിൻ്റെ? നമ്മൾ കണ്ടുപിടിച്ചേക്കുന്നത് 30%. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ 7,000ൻ്റെ 30% 2,100. ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ് കിട്ടും. പിന്നെ പറഞ്ഞേക്കുന്നത് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അതെന്തായിരുന്നു പറഞ്ഞാൽ, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിനെ സംബന്ധിച്ച് വർക്ക് കോസ്റ്റിൻ്റെ ബേസിസിലാണ് കൊടുക്കുന്നത്. ഇവിടെ വർക്ക് കോസ്റ്റ് നമുക്ക് 19,000
7,100 കിട്ടി. അപ്പം നമുക്ക് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് റേറ്റ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. 8% ആണ്. 8% വെച്ചിട്ട് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കൂടി കണ്ടുപിടിക്കുക. 1,528. അങ്ങനെ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഇനി നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് 1/8 ഓഫ് സെയിൽസ് അല്ലെങ്കിൽ 1/7 ഓഫ് കോസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കിവിടെ സെയിൽസ് അവൈലബിൾ അല്ല, നമുക്ക് കോസ്റ്റ് കിട്ടി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ 20,628 കിട്ടി. അതിൻ്റെ 1/7 ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 2,947. അപ്പം നമുക്കങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പം സെല്ലിംഗ് പ്രൈസും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എയർ കണ്ടീഷണർ സെയിൽസ് പ്രൈസ് എന്ന് പറയുന്നത് 23,575. ഇങ്ങനെയാണ് നമ്മളൊരു കൊട്ടേഷൻ പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓർത്തിരിക്കുക. തന്നിരിക്കുന്ന ഫിഗേഴ്സ് വെച്ചിട്ട് ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് ഫാക്ടറി ഓവർഹെഡ് റേറ്റും അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് റേറ്റും അതുപോലെ പ്രോഫിറ്റ് റേറ്റും കണ്ടുപിടിക്കുക. ദെൻ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ട് ഒരു എയർ കണ്ടീഷണറിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുക. അതിനകത്ത് ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റ് ലേബറും കാണിച്ചതിന് ശേഷം ഫാക്ടറി ഓവർഹെഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ഏതിൻ്റെ ബേസിസിലാണ് വീതിച്ച് കൊടുക്കുന്നതെന്ന് നോക്കുക. അങ്ങനെ നമ്മൾ വീതിച്ച് കൊടുത്ത് നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കൂടി പ്രോഫിറ്റ് റേറ്റിൽ പ്രോഫിറ്റ് കൂടി കൊടുത്തു കഴിയുമ്പം നമുക്ക് ഒരു കൊട്ടേഷൻ പ്രൈസ്, ഒരു പ്രോഡക്റ്റിൻ്റെ കൊട്ടേഷൻ പ്രൈസ് അല്ലെങ്കിൽ ടെൻഡർ പ്രൈസ് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ടുള്ളതാണ്, പക്ഷേ നമുക്കിത് സിലബസ് പറഞ്ഞിട്ടുള്ളതുമാണ്. അതുകൊണ്ട് നിങ്ങളിത് കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ഇതിനകത്ത് നിന്നൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം 13-ാമത്തെ 292 പേജിൽ പ്രാക്ടിക്കൽ പ്രോബ്ലം 13-ാമത്തെ ഇപ്പോൾ ചെയ്ത മോഡൽ തന്നെയാണ്. സെല്ലിംഗ് പ്രൈസിൻ്റെ 20% എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ്. അപ്പം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പോലെ തന്നെ സെല്ലിംഗ് പ്രൈസിൻ്റെ 20% എന്ന് പറയുമ്പം നമുക്ക് 20/100 കിട്ടും. ദാറ്റ് ഈസ് 1/5 കിട്ടും. അപ്പോൾ സെല്ലിംഗ് പ്രൈസിൻ്റെ 1/5 ആണെങ്കിൽ കോസ്റ്റിൻ്റെ എത്രയായിരിക്കും? 1/4 ആയിരിക്കും. അപ്പം നിങ്ങൾ അതനുസരിച്ച് ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ എന്തൊക്കെയായിരുന്നു നമ്മുടെ ഹോംവർക്ക് തന്നിരുന്നത്? പ്രാക്ടിക്കൽ പ്രോബ്ലം ഐ തിങ്ക് 5th, 5th, 7th, 8th അതുപോലെ ഈ 13th 4 പ്രാക്ടിക്കൽ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇത് 4 ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ക്ലാസ് കൊണ്ട് ഈ ഒരു ചാപ്റ്റർ തീർക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, താങ്ക് യു.